എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്ന Airdopes 181 ആ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ വാങ്ങിച്ച മറ്റൊരു പ്രോഡക്റ്റാണ് Airdopes 111. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു Airdopes 111 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് Airdopes 111 എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോയും Airdopes 111 അതുപോലെ തന്നെ Airdopes 161 ഞാൻ ഇത് രണ്ടും വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു കുത്ത് ഉണ്ടെന്നുള്ളതാണ്. എന്താണിത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം Airdopes 111 ഞാൻ ആമസോണിൽ നിന്നും 161 ആണെങ്കിൽ ബോട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. മറ്റുള്ള Airdopes ഒന്നും അല്ലെങ്കിൽ മറ്റുള്ള ഇയർബഡുകൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു കുത്തില്ല. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവമുണ്ട്. എന്താണെന്ന് എനിക്ക് ഇതുവരെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഇനി പിറകിൽ നോക്കുവാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ വീഡിയോയിൽ അങ്ങോട്ട് പൂർണ്ണമായും പറഞ്ഞുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2021. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 2999 രൂപയാണ്. എന്നാൽ നമുക്കിത് ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ കാണുന്നത് 1299 രൂപയ്ക്കും ആമസോണിൽ 1499 രൂപയ്ക്കും. എന്തായാലും ഈ ഒരു ഇയർബഡ്സ് 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് കാർബൺ ബ്ലാക്ക് ആണ്. ഇതല്ലാണ്ട് സ്നോ വൈറ്റ്, ഓഷൻ ബ്ലൂ, സാൻഡ് പേൾ എന്നിങ്ങനെ 3 കളേഴ്സ് ഉണ്ട്. ഏതാണെങ്കിലും 1299 രൂപ തന്നെയാണ് ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്നത് പൊട്ടിക്കാൻ വേറെ ഒന്നുമില്ല. അതായത് ഇവിടെ ഓൾറെഡി പൊട്ടിച്ച് എന്താ പറയുക, ആ ഒരു സംഭവം ഡാമേജ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ Airdopes 111 ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലൊന്നെന്ന് പറയുന്നത് ആക്സസറീസ് പാക്ക്. ഉറപ്പായിട്ടും നമ്മുടെ ഒരു ടൈപ്പ് സി കേബിളും കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളുമാണ്. അതേപോലെ തന്നെ നമുക്കെപ്പോഴും ഇതിലെ കൂടെ കിട്ടുന്ന പോലെ കുറേ അധികം പേപ്പർ നോട്ട്സ് ആണ്. എന്തായാലും ഇതിനകത്ത് നമുക്ക് ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റിക്കർ ഉണ്ട്. എന്നാൽ 161ലും 181ലും അതില്ലായിരുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെപ്റ്റംബറിലാണ് ഇത് ഇമ്പോർട്ട് ആയത്. അതായത് 3 മാസം മുന്നേ ആണ് ഈ ഒരു സാധനം നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത്. പക്ഷേ സെയിലിന് എത്തുന്നത് ജനുവരിയിലാണെന്നുള്ളതാണ്. എന്തിനായിരുന്നു ഇവരിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാന്ന് ഇതുവരെയ്ക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ Airdopes 111. എന്തായാലും ആദ്യം തന്നെ പറയാനുള്ളത്, ഒരൊറ്റ നോട്ടത്തിൽ നമ്മുടെ Airdopes 161 ഉണ്ടല്ലോ, അതിന്റെ ഒരു സിമിലാരിറ്റി എവിടെയൊക്കെയോ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പ്രോഡക്റ്റുകളുടെയും ഒരു കമ്പാരിസൺ വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാകും. ഇപ്പോൾ നമുക്ക് 111നെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ബ്ലാക്ക് കളറോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് ലഭ്യമാകുന്നത്. ബോട്ടിന്റെ ലോഗോ ഏറ്റവും മുന്നിലായിട്ടുണ്ട്. ഏറ്റവും അടിയിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും കൂടാതെ ഒരു LED ഇൻഡിക്കേറ്ററും ഉണ്ട്. ഇപ്പോൾ ഒരു നീല ലൈറ്റ് ഇവിടെ കത്തിക്കൊണ്ടിരിപ്പുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർബഡുകൾ ചാർജ് ആകുവാണ്. നമ്മൾ കേസ് ചാർജ് ചെയ്യുന്ന സമയത്ത് റെഡ് ലൈറ്റ് ബ്ലിങ്കിങ് ആയിരിക്കും. സോളിഡ് റെഡ് ആവും ഇത് 100% ചാർജ് ആകുമ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല. 350 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് ആണ്. ഈ ഒരു 350 mAh നിന്നും കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത് 28 മണിക്കൂറാണ്. കൂടാതെ ASAP ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 90 മിനിറ്റും പ്ലേ ടൈം കിട്ടും. ഈ ഒരു 350 mAh 100% ആകാനായിട്ട് 1.5 മണിക്കൂർ കമ്പനി പറയുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഈ ബോർഡിൽ പറയുന്നത് തന്നെയാണ് 10 വാട്ട്സിന്റെ ചാർജറാണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇയർബഡുകളെ കുറിച്ച് നമ്മൾ ഫിസിക്കലി ജസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ ഇവിടെയും ആ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ഡിസൈനോട് കൂടിയിട്ടാണ് ലഭ്യമാകുക. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഇവിടെ. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു സ്റ്റെമ്മൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നാരോ ആയിട്ടുള്ള സ്റ്റെമ്മും കൂടാതെ എവിടെയൊക്കെയോ ചെറിയ, ഞാൻ ഈ ഒരു സൈസിൽ ഡിസൈനിലുള്ളൊരു ഇയർബഡ് എവിടെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ അതങ്ങോട്ട് കിട്ടുന്നില്ല. ബോൾട്ട് ആണോ എന്ന് ചെറിയ സംശയമുണ്ട്. അതോ ഇനി ബോട്ടിന്റെ തന്നെയാണോ എന്നും ചെറിയ സംശയമുണ്ട്. ബോട്ടിന്റെ ലോഗോ ഏറ്റവും അടിയിൽ ആ സ്റ്റെമ്മിൽ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റർ ആണ്. നടുക്കായിട്ടാണ് നമ്മുടെ ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. 3.8 grams ആണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ്. എന്നാലും അങ്ങനെ വലിയൊരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു കംഫർട്ടിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. അതിൽ ഇതുവരെ ഞാൻ ഇപ്പോൾ 111 അൺബോക്സ് ചെയ്തു. അതുപോലെ തന്നെ 161 ആണെങ്കിലും 181 ആണെങ്കിലും ഇതൊക്കെ തന്നെ ഒരു ഡിസ്കംഫർട്ടിൻ്റെ എവിടെയും അങ്ങോട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട് ഈ ഒരു 111. 40 mAh വീതമുള്ള ഈ ഒരു ഇയർബഡിൽ നിന്ന് നമുക്ക്
7 മണിക്കൂറാണ് സിംഗിൾ ചാർജിൽ കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 5 hours ആണ് ടോക്കിംഗ് ടൈം. എന്തായാലും ഈ ഒരു 7 മണിക്കൂർ നമുക്ക് കിട്ടണമെങ്കിൽ 60% നമ്മൾ പാട്ട് കേട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ 7 എന്ന് പറയുന്നത് 5ലേക്കോ അല്ലെങ്കിൽ 4ലേക്കോ മാറാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ വലതിൽ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും ഇടതിൽ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ 3 സെക്കൻഡ് 2 എണ്ണത്തിലും കൂടി ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് റീസെറ്റ് ആകുന്നതാണ്. റീസെറ്റ് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂട്ടുകാർ സംശയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഒന്നെങ്കിൽ മ്യൂസിക് ക്വാളിറ്റി ലോസ് ഉണ്ടാവും, അപ്പോൾ ഇതുപോലെ റീസെറ്റ് ചെയ്താൽ ശരിയാവും. അതല്ലെങ്കിൽ ഒരെണ്ണം മാത്രം കേൾക്കും, അപ്പോഴും ഇതുപോലെ റീസെറ്റ് ചെയ്യുക. വേറെ ഒന്നുമില്ല, ജസ്റ്റ് രണ്ടിലും കൂടി സൈമൾട്ടേനിയസ്ലി 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞത് 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞത് 10 മീറ്ററാണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എവിടെയും തന്നെ അവർ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് നമുക്ക് വാട്ടർ എന്താ പറയുക ഒരു റെസിസ്റ്റൻറ്റ് പ്രൊട്ടക്ഷനും ഇല്ല. സോ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ ഡ്രിസ്ലിങ്ങിലൊക്കെ ഇത് യൂസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വെള്ളം കയറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് റീപ്ലേസ് ചെയ്ത് തരത്തില്ല. സോ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വീട്ടിനകത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ മാത്രമേ കൊള്ളാവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ മൈക്ക് ക്വാളിറ്റി കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Airdopes 111 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്, അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. കോളിംഗ് പർപ്പസിൽ എങ്ങനെയുണ്ട് അത് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഞാൻ എന്തായാലും ഈ ഒരു മൈക്ക് ക്വാളിറ്റി കേൾക്കാൻ പോകുന്നത് എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോഴാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഡ്രോബാക്ക് ആണ് ഇവിടെയും. AC കോഡക്കില്ല. പൊതുവേ ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത മിക്കതിലും AC കോഡക്കുണ്ട് ബോട്ടിന്റെ പ്രോഡക്റ്റുകളിൽ. എന്നാൽ ഇവിടെ ആ ഒരു AC കോഡക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 100%ലേക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് പതർച്ച അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഞാൻ ഒരു പാട്ട് കേട്ട് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു പതർച്ചയോ അല്ലെങ്കിൽ അതൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. സോ നമുക്ക് അങ്ങനെ കൂടുതൽ അങ്ങോട്ടൊരു ഡ്രോബാക്ക് ആയിട്ടും പറയാൻ പറ്റില്ല. എന്നാലും AC ഉണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് നല്ലൊരു മ്യൂസിക് ക്വാളിറ്റി ആയിരുന്നേ എന്നും പറഞ്ഞിട്ട് ഡ്രോബാക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ട്, അതിൽ വേറെ ഒരു സംശയവും ഇല്ല. ബേസ് ഡോമിനേറ്റഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 161 എനിക്ക് ഇവിടെ കിട്ടിയ അതേപോലത്തെ ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ബേസ് അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ഡോമിനേറ്റഡ് അല്ല. പിന്നെ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ, അതായത് ഇപ്പോൾ ഏക്കൻ്റെ ബർത്ത് മാർക്കൊക്കെ ആണെങ്കിൽ അത് നല്ല ബേസ് ഡോമിനേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് ബേസ് അത്യാവശ്യം തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് 181 അല്ലെങ്കിൽ 141 അത്രയും ബേസ് നമുക്ക് ഈ ഒരു 111 കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നത് 111 161 എവിടെയൊക്കെയോ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ടെന്നുള്ളതാണ്. വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളാണെങ്കിലും ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഭയങ്കര ഒരു ബേസ് ലെവർ ആണെങ്കിൽ മാത്രം ചിലപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാൻ ചാൻസസ് വളരെ കുറവാണ്. 1499 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് വರ್ತല്ല. എന്നാൽ 1299 രൂപയ്ക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു Airdopes 111. ഗെയിം കളിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇന്നലെ 8.1 ഞാൻ പറഞ്ഞത് നമ്മൾ അതിനകത്ത് ബീസ് മോഡ് ഓൺ ആക്കിയാൽ മാത്രമേ ഗെയിം കളിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ പോലും നമുക്ക് നല്ല ലിപ് സിങ്ക് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടെ ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ് എങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. ഇതിനകത്ത് ബീസ് മോഡും ഇല്ല, എന്നിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. ഗെയിം പിന്നെ ഭയങ്കര നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. കാരണം വെച്ചാൽ ചെറിയൊരു MS എവിടെയൊക്കെ ചെറിയൊരു ലാഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ BGMI ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ